പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിനുറവിടമേ, ആശ്വാസദായകനേ. ദൈവ തിരുനാമത്തിന് മഹത്വം. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. തിരുവചന പഠനത്തിനായി നമുക്ക് ഒരുങ്ങാം. ഉയർത്തുന്ന ദൈവം. കഴിഞ്ഞ ദിവസം നമ്മൾ ഉയർത്തുന്ന ദൈവത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി നമ്മൾ പഠിക്കുകയുണ്ടായി. അതെ, ഒരുവനെ ദൈവം ഉയർത്തണമെങ്കിൽ അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും എന്ന് 91 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു. അതേ പ്രിയമുള്ളവരെ, എന്താകുന്നു ഈ നാമത്തിൻ്റെ പ്രത്യേകത? അതിൻ്റെ ആമുഖം നമ്മൾ ഇന്നലെ പഠിക്കുകയുണ്ടായി. മറിയ തൻ്റെ ജീവിത അനുഭവത്തിലൂടെ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആ പരിശുദ്ധ നാമത്തെയാണ് നമ്മൾ അറിയേണ്ടത്. എങ്ങനെയാണ് നമുക്ക് ഈ നാമത്തെ അറിയുവാനായിട്ട് കഴിയുന്നത്? ഈ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തെ അറിയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നത്? തുറന്ന് നമുക്ക് പഠിക്കാം. അതേ പ്രിയമുള്ളവരെ, ദൈവം പരിശുദ്ധനാകുന്നു. പരിശുദ്ധിയിൽ ഒരു തരത്തിലുമുള്ളതായ ഒരു കോംപ്രമൈസ് ചെയ്യാത്തതായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അശുദ്ധിയോട് അല്പം പോലും ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം തൻ്റെ മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുകയുണ്ടായി. അവൻ്റെ ഇഷ്ടം തന്നെ നമ്മുടെ ശുദ്ധീകരണമാണ് എന്ന് പഠിക്കുകയുണ്ടായി. നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ പള്ളികളിൽ ആരാധനയ്ക്ക് നമ്മൾ ചൊല്ലുന്നതായ ആ കൗമായിൽ ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ വിശുദ്ധിയെ ദർശിച്ചുകൊണ്ട് നമ്മൾ പറയാറായിട്ടുണ്ടല്ലോ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് നമ്മൾ ചൊല്ലാറായിട്ടുണ്ട്. എന്താണ് പ്രിയമുള്ളവരെ ഇതിൻ്റെ അർത്ഥം? നമ്മളതിൻ്റെ അർത്ഥത്തിലേക്ക് ആഴത്തിലേക്ക് ചിന്തിച്ചാൽ, നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധി വർദ്ധിക്കുകയല്ല, മറിച്ച് അതിലൊരു വലിയ അർത്ഥം ഞാൻ കാണുകയുണ്ടായി. ഒന്നാമതായിട്ട് പറയുന്നത്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അതിനുശേഷം ഒന്ന് ശാന്തമായി നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചോദിക്കുക, അങ്ങനെയെങ്കിൽ മനുഷ്യനായ ഞാൻ ആരാകുന്നു? 2, ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ബലമുള്ള ദൈവം പരിശുദ്ധനാകുമ്പോൾ ബലഹീനനായ ഞാൻ ആരാകുന്നു എന്ന അടുത്ത ഒരു ചോദ്യം അവിടെ വരികയാണ്. മൂന്നാമതായിട്ട് പറയുകയാണ്, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. അതേ, ദൈവത്തിന് മരണമില്ല, എന്നാൽ മനുഷ്യന് മരണമുണ്ട്. ജനിക്കുന്ന ഏതു മനുഷ്യനും ഒരു ദിവസം മരിക്കും. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിക്കേണ്ട മൂന്നാമത്തെ ചോദ്യമാണ്, മരണമുള്ള മനുഷ്യനായ ഞാൻ ആരാകുന്നു? ഈ 3 ചോദ്യങ്ങൾക്ക് നമുക്ക് വ്യക്തമായ ഒരു ഉത്തരത്തെ കാണുവാനായിട്ട് കഴിയുന്നു. ഞാൻ അശുദ്ധനാകുന്നു, ഞാൻ കുറവുള്ളവനാകുന്നു. അതേ പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്, പരിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധിയെ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധിയെ യെശയ്യാവ് ദർശിക്കുകയാണ്. അവിടെ സാറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുന്നതായ ആ പരിശുദ്ധ നാമത്തെ പുകഴ്ത്തുന്നതായ ആ വലിയ അനുഭവത്തെ യെശയ്യാവ് ദർശിക്കുമ്പോൾ യെശയ്യാവിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം സംഭവിക്കുന്നു. അതേ, യെശയ്യാവ് പറയുകയാണ്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള ഒരു മനുഷ്യൻ, അതെ ഞാൻ അശുദ്ധനാകുന്നു, കുറവുള്ളവനാകുന്നു എന്ന് സമ്മതിക്കുന്നു. അതിൽ നിന്നുമാണ് നമുക്ക് ഈ ഒരു കൗമയിലേക്ക് നമ്മൾ വരുമ്പോൾ, ഈ ദൈവത്തിൻ്റെ വിശുദ്ധിയെ ദർശിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അശുദ്ധിയെ അല്ലെങ്കിൽ കുറവുകളെ അവിടെ കാണുവാനായിട്ടാണ് കഴിയുന്നത്. അതിനുശേഷം നമ്മൾ അവസാനമായിട്ട് പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന. അതിൻ്റെ അർത്ഥം ഈ 3
ഒന്ന്, മനുഷ്യനായ ഞാൻ അശുദ്ധനാകുന്നു, ബലഹീനനായ ഞാൻ അശുദ്ധനാകുന്നു, മരണമുള്ള മനുഷ്യനായ ഞാൻ അശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടത് ഞങ്ങളുടെ ഈ അശുദ്ധിയെ മാറ്റി ഞങ്ങളെ ശുദ്ധീകരിച്ച് നിൻ്റെ മക്കളാക്കി തീർക്കുവാൻ, ഉയർത്തുവാനാണല്ലോ എന്ന പ്രാർത്ഥന. അതുകൊണ്ടാണ് പ്രാർത്ഥന, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആ കരുണയിലൂടെ ഞങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയണമേ, ഞങ്ങളുടെ അശുദ്ധികളെ നീക്കിക്കളയണമേ എന്നുള്ളതായ ഒരു പ്രാർത്ഥനയാണ്. അതേ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമത്തെ കൂടുതലായിട്ട് അറിയുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്തെന്നറിയാമോ? ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നമ്മുടെ അശുദ്ധികൾ തെളിവാകുകയാണ്. നമ്മുടെ കുറവുകൾ, നമ്മുടെ പാപ സ്വഭാവങ്ങൾ, നമ്മൾ ദൈവസന്നിധിയിൽ ചെയ്തു പോയ തെറ്റുകളൊക്കെയും നമുക്ക് വെളിപ്പെട്ടു വരികയാണ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പറയാറായിട്ടുള്ളല്ലോ, കുറവുള്ള മനുഷ്യനെ നോക്കി നമ്മുടെ കുറവിനെ മറയ്ക്കുന്നതല്ല വിശുദ്ധീകരണം. മറിച്ച് വിശുദ്ധനായ ദൈവത്തെ നോക്കി, കുറവില്ലാത്ത ദൈവത്തെ നോക്കി നമ്മുടെ കുറവുകളെ കണ്ടെത്തുവാൻ കഴിയുന്നതും ആ കുറവുകളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുന്നതുമാകുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ നാമത്തെ അറിയുന്നവനെയാണ് കർത്താവ് ഉയർത്തുന്നത്. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇപ്രകാരം: കർത്താവേ, നിൻ്റെ വിശുദ്ധിയെ കൂടുതലായിട്ട് അറിയുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ കുറവുകളെ ഞാൻ ഏറ്റുപറയുമ്പോൾ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. നമുക്ക് ഇന്ന് പകൽക്കാലം അപ്രകാരം ഒരു പ്രാർത്ഥനയോടെ തുടർന്നുള്ള പഠനത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ അപ്രകാരം ജീവിച്ചതായ ചില വ്യക്തി ജീവിതങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കാം. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം: കർത്താവേ, നിൻ്റെ വിശുദ്ധിയെ അറിയേണ്ടതുപോലെ നിൻ്റെ നാമത്തിൻ്റെ ആ വലിയ അറിവ്, വിശുദ്ധനായ ദൈവത്തിൻ്റെ നാമത്തെ കൂടുതലായിട്ട് അറിയുവാൻ എനിക്ക് കൃപ തരണമേ. തിരുവചന പഠനത്തിലൂടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ ആ പരിശുദ്ധിയെ ദർശിച്ചുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ടെത്തി ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് കൂടുതൽ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വളരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഈ തിരുവചനം കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, വിശുദ്ധനായ ദൈവത്തിൻ്റെ ആ വിശുദ്ധിയെ ദർശിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടെ ഇടയാക്കണമേ. ദൈവത്തിൻ്റെ വിശുദ്ധിയെ അറിയും തോറും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അശുദ്ധിയും കുറവുകളും വെളിപ്പെടുവാനും ആ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവമേ, അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തെ കൂടുതലായിട്ട് അങ്ങയുടെ നാമത്തെ അറിഞ്ഞ് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയും അനുഗ്രഹവും തിരുസന്നിധിയിൽ നിന്ന് പ്രാപിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.